ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന ഒരു പ്രശ്നമാണ് ആഗോള താപനം. അതേപോലെ തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഒക്കെ കൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ വേനൽക്കാലത്തുണ്ടാകുന്ന താപത്തിൻ്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയും നമ്മൾ പലതരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ നമ്മളെ നിർബന്ധിതനാക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ പഴയ കാലമല്ല, ഇപ്പോൾ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡാണ്. ഈ ഒരു കാലത്ത് മിക്ക വീടുകളിലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർഹിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയും നമ്മുടെ നിത്യജീവിതത്തിലുള്ള വൈദ്യുതിയുടെ ഉപഭോഗം ഒരു പരിധി വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് കൂടാതെ തന്നെ നമ്മുടെ കാലാനുസൃതമായിട്ടുണ്ടാവുന്ന വൈദ്യുതി ബില്ലിലെ വർധനവ് ഒക്കെ തന്നെയും പല ആളുകളും ഇന്ന് നമ്മുടെ സോളാർ വൈദ്യുത പദ്ധതിയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതേപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, കണക്കുകൾ പ്രകാരം നമ്മുടെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ സബ്സിഡി സ്കീമിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇന്ത്യയിലൊട്ടാകെ ഏതാണ്ട് 1 കോടിയിൽ പരം ഭവനങ്ങളിൽ ഇത്തരം ഗാർഹിക സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലും പല ആളുകളും സോളാർ സ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏതാണ്ട് ഒരു 10-15ഓളം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു സോളാർ സ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകൾക്കിടയിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചർച്ചയാണ് സോളാർ ലാഭകരമാണോ അല്ലയോ എന്നുള്ളത്. ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരു 3 കിലോ വാട്ട് അല്ലെങ്കിൽ ഒരു 5 കിലോ വാട്ട്, സാധാരണ ഒരു നോർമൽ വീടുകളിൽ സ്ഥാപിക്കുന്നത് ഒരു 3 കിലോ വാട്ടാണ്. കുറച്ചും കൂടെ അധികം ഉപഭോഗമുള്ള ആളുകൾക്ക് ഒരു 5 കിലോ വാട്ട് സിസ്റ്റമാണ് നോർമലി വീടുകളിൽ സ്ഥാപിക്കുക. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ അതിന് ചിലവാകുന്ന കോസ്റ്റും നമ്മുടെ കറണ്ട് ബില്ലും വെച്ച് നമുക്ക് എത്ര വർഷം കൊണ്ട് നമ്മൾ ഈ മുടക്കുന്ന മുതൽ നമുക്ക് തിരിച്ച് 0 ആക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ചെറിയൊരു കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും നമ്മളിത് ഒരു എക്കണോമിക്കൽ പ്രോഫിറ്റ് എന്ന നിലയിൽ കാണാതെ അതിലുപരിയായിട്ട് ഇതിന് ഒരു എക്കോളജിക്കൽ റോൾ ഉണ്ട്. നമ്മൾ സോളാർ വൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ ഗ്രീൻ എനർജി യുടെ ഭാഗമാകുന്നതോടുകൂടി, അല്ലെങ്കിൽ നമ്മുടെ ഭവനം പൂർണ്ണമായിട്ടും ഗ്രീൻ എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പരിസ്ഥിതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷമാണ് രണ്ടാമതായിട്ടാണ് നമ്മുടെ എക്കണോമിക്കൽ സൈഡിലേക്ക് നോക്കുക. അപ്പം നമ്മൾ ഇന്ന് ഈ എക്കണോമിക്കൽ സൈഡിൽ നമുക്ക് ഒരു സോളാർ പവർ പ്ലാന്റ് വീട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എത്ര വർഷം കൊണ്ട് നമുക്കത് നമ്മൾ മുടക്കിയ മുതൽ നമുക്ക് 0 ആക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. നമ്മൾ ഒരു 3 കിലോ വാട്ട് സിസ്റ്റം ഒരു വീട്ടിൽ സ്ഥാപിക്കണമെങ്കിൽ നമുക്ക് ഇന്നത്തെ നിലവിലെ റേറ്റ് പ്രകാരം ഏതാണ്ട് 2 ലക്ഷം മുതൽ 2,30,000 രൂപ വരെ ഒരു ചിലവ്. അത് പല തരത്തിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചില ആളുകൾ 1,80,000 ചെയ്തു കൊടുക്കുന്ന ആളുകളൊക്കെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിൽ അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിലൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ആവറേജ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു 2,30,000 രൂപയ്ക്ക് ഒരു 3 കിലോ വാട്ട് സിസ്റ്റം, അല്ലെങ്കിൽ 2,20,000 രൂപയ്ക്ക് ഒരു 3 കിലോ വാട്ട് സിസ്റ്റം നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുകയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്കോൺ ടെക്നോളജി ഒക്കെ വെച്ചിട്ട്, ടോപ്കോൺ ടെക്നോളജിയിൽ വരുന്ന പാനലുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ മുതൽ മുടക്കേണ്ട ഒരു പൈസ എന്ന് പറയുന്നത് ഏതാണ്ട് 1,40,000 രൂപയാണ് നമ്മൾ അതിലേക്ക് മുടക്കേണ്ടി വരുന്നത്. ബാക്കിയുള്ള ഒരു 78,000 രൂപ നമുക്ക് സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ മുടക്കേണ്ടത് 3 കിലോ വാട്ട് സിസ്റ്റത്തിന് നമ്മൾ 1,40,000 രൂപയാണ്. ഇത് ഞാൻ ഈ ഒരു എമൗണ്ട്, അതായത് നമുക്ക് ചിലവാകുന്ന തുക ഏതാണ്ട് 2,18,000 രൂപയാണെങ്കിലാണ് ഈ ഒരു കണക്ക് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഉദാഹരണത്തിന് 1,40,000 രൂപ നമ്മൾ കയ്യിൽ നിന്ന് മുതൽ മുടക്കി എന്ന് വിചാരിക്കും. മറ്റൊരു സൈഡാണ് നമ്മളൊരു 3 കിലോ വാട്ട് സിസ്റ്റം വീട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി എത്ര ബില്ല് വരെ 0 ആക്കാൻ വേണ്ടി പറ്റും. അതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 1 കിലോ വാട്ട് സിസ്റ്റത്തിൽ നിന്ന് പെർ ഡേ 4 യൂണിറ്റ് വൈദ്യുതിയാണ് ആവറേജ് പ്രൊഡക്ഷൻ ഉണ്ടാവുക. അത് നമ്മളൊരു 3 കിലോ വാട്ട് സിസ്റ്റം ആകുമ്പോൾ പെർ ഡേ 12 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും. അത് നമ്മുടെ ഒരു മന്ത്ലി കണക്കെടുത്തു കഴിഞ്ഞാൽ 360 യൂണിറ്റാണ് നമുക്കൊരു മാസം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുക ഒരു 3 കിലോ വാട്ട് സിസ്റ്റത്തിൽ. അതിന്ന്
നമ്മുടെ ടോപ്കോൺ ടെക്നോളജിയിലുള്ള ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പാനലുകളൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ ഈ 360 എന്നുള്ളത് 400-ന് മേലെ നമുക്കൊരു ആവറേജ് 400 യൂണിറ്റ് ഒക്കെ ഒരു മാസം ലഭിക്കുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ ടെക്നോളജി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ 400 എടുക്കുന്നില്ല, അതിലേറ്റവും മിനിമം ആയിട്ടുള്ള 360 യൂണിറ്റ് ഒരു മാസം നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മന്ത്ലി നമ്മൾ 360 യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ ഏതാണ്ട് 3350 രൂപയാണ് നമുക്ക് ഒരു മാസം വൈദ്യുതി ബില്ലായിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതൊരു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 40,200 രൂപയാണ് നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് വൈദ്യുതി ബില്ലായിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മുടക്കിയ മുതൽ ഒരു 3 കിലോ വാട്ട് സിസ്റ്റം വീട്ടിൽ സ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് 1,40,40,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായെങ്കിൽ അതിൽ ഒരു വർഷം നമുക്ക് 40,000 രൂപ വൈദ്യുതി ഇനത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 3.5 വർഷം കൊണ്ട് മാക്സിമം നമ്മൾ 4 വർഷം എടുക്കുക സേവ് ചെയ്യാൻ പറ്റും, അതായത് വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതിലൂടെ. അപ്പം നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മുടക്കിയ എമൗണ്ട് 1,40,000 രൂപ ആ ഒരു എമൗണ്ട് നമ്മൾ അതിൻ്റെ സോളാർ പാനലുകൾക്ക് 30 വർഷത്തോളം വാറണ്ടി ഉണ്ട്, അതേപോലെ ഇൻവേർട്ടറുകൾക്ക് 10 വർഷത്തോളം വാറണ്ടി ഉണ്ട്. നമുക്ക് ഈ ഒരു സിസ്റ്റം നമ്മൾ അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ആയിട്ട് ഇതിനെ കരുതുക. അപ്പോൾ നമുക്കൊരു 25-30 വർഷം ഉപയോഗിക്കേണ്ട ഒരു സിസ്റ്റമാണ്. നമുക്ക് അതിനു വേണ്ടി നമ്മൾ മുടക്കിയ പൈസ നമുക്ക് ഏതാണ്ട് ഒരു 3.5 വർഷം കൊണ്ട് നമ്മൾ മുടക്കിയ മുതൽ നമുക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് അങ്ങോട്ട് നമുക്കൊരു 15 വർഷം ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ 20 വർഷം പിന്നീട് അങ്ങോട്ട് നമ്മൾ ഇതിൻ്റെ എഫിഷ്യൻസി തീരുന്ന വരെ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്ക് 0 കോസ്റ്റിലാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ 3-3.5 വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു നമ്മൾ മുടക്കിയ പൈസ നമുക്ക് 0 ആക്കാൻ വേണ്ടി പറ്റും. അതാണ് ഒരു 3 കിലോ വാട്ടിൻ്റെ. ഇനി നമുക്ക് മറ്റൊരു 5 കിലോ വാട്ട്, നോർമലി 3 കിലോ വാട്ടും 5 കിലോ വാട്ടും സിസ്റ്റമാണ് ഒരു സാധാരണ വീടുകളിൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3ഉം 5ഉം പറയുന്നത്. 5 കിലോ വാട്ട് സിസ്റ്റം, ഒരു 5 കിലോ വാട്ട് സിസ്റ്റം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ് ഏതാണ്ട് നോർമലായിട്ടൊരു കോസ്റ്റ്, ഒരു ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 3,20,000 3,30,000 റേഞ്ചിലാണ്. അപ്പോൾ നമ്മളൊരു 3,20,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 3,20,000 ആണെങ്കിൽ അതിൽ ഏതാണ്ട് 78,000 രൂപ നമുക്ക് സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഒരു തുക എന്ന് പറയുന്നത് 2,40,000 രൂപ, 2,42,000 രൂപയാണ്. അപ്പോൾ 2 ലക്ഷം റൗണ്ട് ഓഫ് ആയിട്ട് നമ്മൾ 2,40,000 രൂപയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു 2,40,000 രൂപ നമുക്ക് എത്ര വർഷം കൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് ഈ ഒരു മുടക്കിയ മുതൽ നമുക്ക് എത്ര വർഷം കൊണ്ടാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുക എന്നുള്ളൊരു ചെറിയൊരു കാൽക്കുലേഷൻ. ഇപ്പം നമ്മൾ 3 കിലോ വാട്ട് കണ്ടു, അതേപോലെ തന്നെയാണ് ഒരു 5 കിലോ വാട്ട് സിസ്റ്റത്തിൻ്റെ ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 20 യൂണിറ്റാണ്. അത് പല ആളുകൾക്കും ഇപ്പോൾ ടോപ്കോൺ ടെക്നോളജിയുള്ള പാനലുകളൊക്കെ വെക്കുമ്പോൾ 25ഉം 26 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമം കൂട്ടിയാൽ മതി 20 യൂണിറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു മാസം 30 × 20 ഏതാണ്ട് 600 യൂണിറ്റ് നമുക്കൊരു ആവറേജ് പ്രൊഡക്ഷൻ ലഭിക്കുന്നുണ്ട്. 600 അല്ല, 600-ലധികം 700 യൂണിറ്റ് വരെയൊക്കെ നമുക്ക് ലഭിക്കും. പക്ഷെ നമ്മളൊരു മിനിമം കൂട്ടിയാൽ മതി 600 യൂണിറ്റ്. അപ്പോൾ 600 യൂണിറ്റ് നമ്മൾ ഒരു മാസം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് KSEBയുടെ ഇപ്പോഴത്തെ താരിഫ് അനുസരിച്ച് നമുക്ക് വരുന്ന ബില്ലെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 6,300 രൂപയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മാസം നമുക്ക് 6,300 രൂപ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് ഏതാണ്ട് 75,000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു 2,40,000 രൂപ സേവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മിനിമം ഒരു 3.5 വർഷം, മാക്സിമം നമ്മളൊരു 4 വർഷം കൂട്ടുക. അപ്പം 4 വർഷം കൊണ്ട് നമ്മൾ മുടക്കിയ പൈസ നമുക്കതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് 0 ആവാൻ വേണ്ടി പറ്റുകയാണ്. ഈ പറഞ്ഞതിനോട് അഗ്രി ചെയ്യാത്ത പല ആളുകളുണ്ടാവും. കാരണം നമ്മൾ പല ആളുകളും ചിന്തിക്കുന്നത് ആ തരത്തിലാണ്. നമ്മളിപ്പോൾ ഈ ഒരു എമൗണ്ട് 2,40,000 രൂപ നമ്മൾ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് ഇത്ര പലിശ കിട്ടും, ഇത്ര രൂപ കിട്ടും, അത് വെച്ച് കറണ്ട് ബിൽ അടയ്ക്കാം, ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കരുത്. കാരണം ഇതിൻ്റെ ഒരു എക്കണോമിക് സൈഡ് നമ്മൾ പറഞ്ഞു, നമ്മൾ മുടക്കിയ മുതൽ നമുക്ക് 0 ആകും. നമ്മുടെ എക്കണോമിക് സൈഡും ബാലൻസായി പോകണം. പക്ഷേ അതിലുപരി നമ്പർ 1 ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോളജിക്കൽ റോളാണ്. അതായത് നമ്മൾ ഓരോ വീട്ടിലും ഇത്തരത്തിലുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി, റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സ്, അതായത് പ്രകൃതിക്ക് യാതൊരുവിധ കോട്ടവും തട്ടാത്ത രീതിയിലുള്ള റിന്യൂവബിൾ ആയിട്ടുള്ള എനർജിയുടെ സോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിൽ നമ്മളും പങ്കാളികളാവുകയാണ്.
അതായത് നമ്മൾ ഈ ആദ്യമേ ഞാൻ പറഞ്ഞു, കാലാവസ്ഥ വ്യതിയാനം പോലെയുള്ള വലിയ വെല്ലുവിളിയാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് അതിൻ്റെ ആഘാതങ്ങൾ വരുന്നത്. പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങൾ അതിനപ്പുറമാണ് വരുന്നത്. അപ്പോൾ അതിൽ ആ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വീട്ടിലും ഈ രീതിയിൽ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ, സോളാർ മാത്രമല്ല ഇങ്ങോട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എനർജി റിസോഴ്സ്, നമ്മുടെ സോളാർ പോലെ തന്നെ വിൻഡ് എനർജി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വിൻഡ് ടർബൈനൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള എനർജി ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഈ കാലാവസ്ഥ വ്യതിയാനത്തിനെ തടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എക്കോളജിക്കൽ റോള്. ഈ ഒരു എക്കോളജിക്കൽ റോള് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റൽ ഗോള്, അതായത് സുസ്ഥിര വികസനത്തിനായിട്ട് നമ്മുടെ പ്രകൃതിക്കും മനുഷ്യനും ചുറ്റുപാടുമുള്ള മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ സംരക്ഷണം നൽകിക്കൊണ്ട്, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഒരു സുസ്ഥിരമായിട്ടുള്ള വികസനം എന്നുള്ള കൺസെപ്റ്റിൽ നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റൽ ഗോൾ ഉണ്ട്. അതൊരു ലോങ് ടേം ഗോളാണ്. അതായത് സുസ്ഥിര വികസനം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല മേഖലകളായിട്ടാണ് ആ ഗോളുകൾ തിരിച്ചിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 17ഓളം ഗോളുകളുണ്ട്. അതിൽ നമ്മുടെ ഈ റിന്യൂവബിൾ എനർജി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ഗോൾ നമ്പർ 7 ആണ്. അതായത് ആ ഗോൾ പ്രകാരം നമ്മൾ സാധാരണക്കാരായ എല്ലാ ആളുകൾക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത നമ്മുടെ ഇത്തരത്തിലുള്ള റിന്യൂവബിൾ എനർജി റിസോഴ്സ് കൊണ്ട് നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയണം. അതാണ് ഒരു ലക്ഷ്യം. അപ്പോൾ അതിലൂടെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ടൺ കണക്കിന് കാർബണിൻ്റെ എമിഷനാണ് അവിടെ കുറയ്ക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു എക്കോളജിക്കൽ റോള്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സോളാർ വൈദ്യുത പദ്ധതി അല്ലെങ്കിൽ ഒരു സോളാർ പവർ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ഭവനം കാർബൺ ഫ്രീ ആയിട്ടുള്ള ഒരു വീടായിട്ട് മാറുകയാണ്. കാർബൺ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ കറണ്ട് ജനറേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാർബൺ ന്യൂട്രലൈസ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ റോളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ 3.5 വർഷം കൊണ്ട് നമ്മുടെ ബില്ല് സീറോ, അല്ലെങ്കിൽ നമ്മൾ മുടക്കിയ മുതൽ നമുക്ക് തിരിച്ച് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഈ 3.5 വർഷത്തോളം നമ്മൾ ഈ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് 3.5 വർഷമല്ല, നമുക്ക് 30 വർഷത്തോളം ഇത് മുന്നോട്ട് പോയി ഇതേ രീതിയിൽ കേരളത്തിൽ ഇപ്പോൾ 1 കോടി വീടുകൾ ഉണ്ടെങ്കിൽ അതിലൊരു 50 ലക്ഷം വീടുകളിലെങ്കിലും ഇത്തരത്തിലുള്ള സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ എനർജി എക്സസ് ആയിട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി കൊണ്ട് നമുക്ക് മറ്റ് ആളുകൾക്കും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരത്തിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാർബൺ എമിഷൻ ഏതാണ്ട് ഒരു 30 വർഷത്തോളം ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് സീറോ കാർബൺ എമിഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സീറോ കാർബൺ എന്ന് പറയാൻ കഴിയില്ല, കാരണം നമ്മൾ മറ്റ് പാചകവാതകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിലും കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പോലെ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസൊക്കെ ഇപ്പം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം സോളാർ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതിൽ ഇനി നിങ്ങൾക്കെല്ലാവർക്കും അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇതേപോലുള്ള മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. കൃത്യമായിട്ട് ഞാൻ അതിന് മറുപടി തരും. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.